പരീക്ഷ വരുമ്പോൾ ചില കുട്ടികൾക്ക് അമിതമായ ഭയം കടന്നു വരാറുണ്ട്. അങ്ങനെ അമിതമായ ഭയം കടന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നത്, ഭയങ്കരമായിട്ട് നെഞ്ചിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നെഞ്ചത്ത് എന്തോ വെയിറ്റ് ഉള്ള പോലെയൊക്കെ തോന്നുക എന്നുള്ളത്. പരീക്ഷയെക്കുറിച്ചുള്ള വലിയ ആകുലത കടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോഴങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലുള്ളതൊക്കെ കടന്നു വരാറുള്ളത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരാനൊരു ചെറിയ സൈക്കോതെറാപ്പിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, അതിപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ വളരെ മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല, അടുത്തുള്ളതാണെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ ഓർത്തെടുക്കുക. ആ റീസെൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങിച്ച ഒരു സംഭവം, ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങിച്ച ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയം പരീക്ഷ വരുമ്പോഴൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കടന്നു വരുന്ന അവസ്ഥ ഉണ്ടാകാം. അതാണ് കൂടുതൽ ഇങ്ങനെ ഒബ്സസ് ചെയ്യുന്നൊരവസ്ഥ, അതാണ് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ മനസ്സിൽ നിന്ന് മായുന്നില്ല. പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ തോറ്റത് മാത്രം ഓർമ്മയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഭയം കൂടുന്നത്. നമുക്കറിയാം, നമ്മൾ വലിയ വലിയ രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയോക്കൂ, എല്ലാ രാജാക്കന്മാരും എല്ലാ യുദ്ധങ്ങളും ജയിക്കാറില്ല. ഉണ്ടോ? എല്ലാ രാജാക്കന്മാരും എല്ലാ യുദ്ധങ്ങളും ജയിക്കുമില്ല. എത്രയോ യുദ്ധങ്ങൾ അവർ നടത്തുന്നുണ്ട്, പക്ഷേ ചിലതൊക്കെ പരാജയപ്പെട്ടുണ്ടാവും. ഈ പരാജയപ്പെട്ട യുദ്ധങ്ങൾ തന്നെയാണോ മനസ്സിലിങ്ങനെ അവരുടെ എപ്പോഴും ആവർത്തിച്ച് വരുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ രാജാവെന്ന് പറയാൻ സാധിക്കില്ല, പേടിത്തൂറി എന്നല്ല പറയുക. അല്ല, രാജാവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യുദ്ധത്തിലെ തോൽവിയല്ല ഓർമ്മയിൽ കടന്നു വരുന്നത്. അവരെ നിലനിർത്തില്ല. അവർ അതിന് മുന്നേ ഉള്ള നന്നായി ജയിച്ച യുദ്ധങ്ങൾ മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ, അതേ പാടുള്ളൂ. അല്ലെങ്കിൽ അടുത്തൊരു യുദ്ധത്തിന് പോകുമ്പോഴേക്കും അവർ പേടി വരും, അവരുടെ ആത്മവിശ്വാസം ചോർന്നു പോകും. അപ്പോൾ ഇതുപോലെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിലൊരു യുദ്ധമാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയെ സംബന്ധിച്ചോളം അഭിമുഖീകരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ നല്ല മാർക്ക് വാങ്ങിച്ച ചില പരീക്ഷകൾ മനസ്സിൽ എപ്പോഴും നിലനിർത്തണം. അങ്ങനെ നിലനിർത്തുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. അങ്ങനെ നിലനിർത്താതെ നിന്ന് കഴിഞ്ഞാൽ ഭയം കടന്നു വരും. അപ്പോൾ തോറ്റത് മാത്രം അങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഭയം കൂടിക്കൂടി വരുന്നുള്ളത്. ആ തോറ്റതിൻ്റെ ചിത്രം, തോറ്റുപോയല്ലോ എന്നുള്ള ചിത്രം, ആ നാണക്കേടിൻ്റെ ചിത്രം, ആ ഭയത്തിൻ്റെ ചിത്രം മനസ്സിൽ തന്നെ എടുത്തു മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആ വിഷയത്തിലാണെങ്കിൽ നല്ലത്, ഏതെങ്കിലും സമയത്ത് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ചിലപ്പോൾ മാത്തമാറ്റിക്സിൽ കഴിഞ്ഞ പരീക്ഷയിൽ തോറ്റു, അതോടുകൂടി ആകെ ഡൗണായി. പിന്നെ പരീക്ഷ എന്ന് പറയുമ്പോഴേക്കും മാത്തമാറ്റിക്സിൽ തോറ്റത് മാത്രമേ ഓർമ്മയിൽ വരുന്നുള്ളൂ. അപ്പോൾ ആ ഓർമ്മയെ നമുക്ക് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ എന്ത് വേണം? അതിന് മുന്നേ പലപ്പോഴും മാത്തമാറ്റിക്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, അതൊക്കെ മറന്നു പോവുകയാണ്. അപ്പോൾ അത് എന്ത് കൊണ്ടുവരണം? ആ മുന്നേ ഉള്ള മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചത് ഒന്ന് ചിത്രീകരിക്കുക, മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ ഒരു മലർന്ന് കിടന്നൊരു കൈ വയറിൽ, ഒരു കൈ നെഞ്ചത്തും വെച്ചിട്ട് നല്ല ആഴത്തിൽ ശ്വാസം എടുത്ത് ഒരു 4 സെക്കൻഡൊക്കെ പിടിച്ചു നിന്ന് വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 30 പ്രാവശ്യമൊക്കെ അത് ചെയ്തതിന് ശേഷം മനസ്സിനൊക്കെ ശാന്തമാക്കിയതിന് ശേഷം എന്ത് ചെയ്യണമോ, ആ ഭയമുണ്ടാകുന്ന ചിത്രം മനസ്സിൽ കൊണ്ടുവരിക. ഭയമുണ്ടാകുന്ന ചിത്രം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ആ ചിത്രം കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് നോക്കുക. എന്നിട്ട് അത് വീണ്ടും പതുക്കെ അവിടുന്ന് ശ്രദ്ധ മാറ്റിയിട്ട് ഇപ്പുറത്ത് വേറൊരു ചിത്രമുണ്ട്, ജയിച്ചത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചത്, അത് പതുക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ വിഷ്വൽ നമ്മളെ മനക്കണ്ണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ അത് കാണുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ, വളരെ ഫെയ്ഡ് ആയിട്ടാണുള്ളത്. പക്ഷേ ഈ തോറ്റതാണെങ്കിൽ വളരെ ഭയങ്കര പർവ്വതീകരിച്ച് കാണുന്നുണ്ട് എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ശ്രദ്ധ ഈ തോറ്റ ആ ഒരു ചിത്രത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. പക്ഷെ അവിടെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ തോറ്റ ചിത്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വലിപ്പവും നമ്മൾ തന്നെ കുറയ്ക്കണം. അതിൻ്റെ ആ പ്രകാശം, അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിന്നൊക്കെ നമുക്ക് ഡൗൺ ആക്കണം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരണം. നമ്മൾ തന്നെ നമ്മളെ മനസ്സുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യം. എന്നിട്ട് ഇത്തിരി നേരം അത് മനസ്സിൽ പിടിച്ചതിന് ശേഷം വീണ്ടും ശ്രദ്ധ എങ്ങോട്ടും തിരിക്കണം? ജയിച്ച പരീക്ഷയിലേക്ക്, അതിൻ്റെ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെ ആ ജയിച്ച പരീക്ഷയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ തിളക്കത്തിരിയും കൂടി വലുതായി, തിളക്കത്തിരിയും കൂടി അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും ഇത്തിരിയും കൂടി വലുതായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അത് ഇതുപോലെ കുറച്ച് നേരം പിടിച്ചതിന് ശേഷം വീണ്ടും ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ തോറ്റ പരീക്ഷയിലേക്ക് കൊണ്ടുവരണം. തോറ്റ പരീക്ഷയിലെ കുറച്ചും കൂടി തിളക്കം കുറയുന്നു, കുറച്ചും കൂടി അകലേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. തിളക്കം കുറയുകയും
അതുപോലെ തന്നെ വലിപ്പം കുറയും, കുറച്ചിന് അകലേക്ക് അത് മാറിപ്പോകുന്നു, ആ ചിത്രം മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത്. അത് കുറച്ച് നേരം പിടിച്ചതിന് ശേഷം വീണ്ടും ശ്രദ്ധ എങ്ങോട്ട് തിരിക്കണം, ജയിച്ച പരീക്ഷയിലേക്ക് കൊണ്ടുവരണം. ജയിച്ച പരീക്ഷയിലെ ആ ചിത്രത്തിൻ്റെ തിളക്കം ഇത്തിരി കൂടി വലുതായി, മാത്രമല്ല ഇത്തിരി കൂടി അടുത്തേക്ക് വന്നു, ഇത്തിരി കൂടി എന്താ പറയുക തിളക്കവും വർദ്ധിച്ചു എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക, മനസ്സിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് തോറ്റ പരീക്ഷയുടെ ചിത്രത്തിലേക്ക് എൻ്റെ മനസ്സിനെ വീണ്ടും കൊണ്ടുവരിക. അവിടെ നേരത്തേനേക്കാൾ വളരെ ചെറുതായി അകന്നു പോയി, മാത്രമല്ല വളരെ ഫെയ്ഡായി, അതായത് വളരെ മങ്ങിയ ഒരു അവസ്ഥയിൽ അത് ആ തോറ്റ ചിത്രം മനസ്സിൽ കാണുന്നുള്ളൂ. അത് ഇത്തിരി നേരം പിടിച്ചതിന് ശേഷം വീണ്ടും മനസ്സ് ഏതിലേക്ക് കൊണ്ടുവരുന്നത്, ജയിച്ച പരീക്ഷയുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരിക. അത് കുറച്ചും കൂടിയും വലുതായി, മാത്രമല്ല നല്ല തിളക്കം വെച്ചു, തന്നെയുമല്ല എത്ര അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജയിച്ച പരീക്ഷയുടെ ചിത്രം വലുതാകുന്നു, തിളക്കം വയ്ക്കുന്നു, വളരെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക തോറ്റ പരീക്ഷയുടെ ആ ഒരു ചിത്രത്തിലേക്ക്. അത് മനസ്സിൽ ചിത്രീകരിക്കണം, വളരെ അകന്നുപോയി, ആ ചിത്രം തന്നെ വളരെ ഫെയ്ഡായി അകന്നുപോയി, കാണാൻ തന്നെ വളരെ എന്താ പറയുക വളരെ വളരെ മങ്ങി മാത്രമേ കാണുന്നുള്ളൂ. ശ്രദ്ധിച്ചാൽ പോലും തിരിച്ചറിയാത്തൊരവസ്ഥയിൽ അകന്നുപോയി, ആ മനസ്സിൻ്റെ ദൃശ്യത്തിൽ തന്നെ അകന്ന് അത് സെഷ് എന്നും പറഞ്ഞുകൊണ്ട് അത് തകർത്ത് ആ ചിത്രം തന്നെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് എന്ത് കടന്നു വരുന്നു, ജയിച്ച പരീക്ഷയുടെ ചിത്രം വലുതായി വളരെ അടുത്ത് വളരെ തിളക്കത്തിൽ കാണുന്നു എന്നുള്ള. അത് ഇത്തിരി നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ആ തോറ്റ പരീക്ഷയുടെ ചിത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് ഇല്ലാതാകുകയും ജയിച്ച പരീക്ഷയുടെ ചിത്രം മാത്രം മനസ്സിലുണ്ടാവുകയും ചെയ്യുമ്പോൾ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ ധൈര്യത്തോടു കൂടി പോകാൻ സാധിക്കുകയും ചെയ്യും.